السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساهل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبست سنين في أهل مدين ثم جئت على قدري يا موسى. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും നമ്മിൽ ഓരോരുത്തരിലും സദാസ്തമികവും അള്ളാഹു വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 13-ാമത്തെ ക്ലാസ്സിൽ 38-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മള് പഠിക്കുകയാണ്. 38-ാമത്തെ ആയത്തിന്റെ ചെറിയ ഭാഗം കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അടുത്ത ആയത്തുകളുമായി കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് ആ ആയത്ത് മുതൽ നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. എല്ലാവരും ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. إذ أوحينا إلى أمك ما يوحى. താങ്കളുടെ ഉമ്മക്ക് നാം വഹ്യ് നൽകിയ സംഗതികൾ, വഹ്യ് നൽകിയ ആ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പൊ പുതിയതായി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചോദിക്കാത്ത സമയത്ത്, നിങ്ങൾ ചോദിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരും അവഗണിക്കപ്പെട്ടു പോകാവുന്ന ഒരു കാലഘട്ടത്തിൽ, ആരും ശ്രദ്ധിക്കാൻ ഉണ്ടാകില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവനാണല്ലോ നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മളെ ആളായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തു, നമ്മുടെ പ്രവാചകനായിട്ട് നിങ്ങളെ നിശ്ചയിച്ചു. അങ്ങനെ ഒരവസരത്തിൽ പ്രവാചകനായ, പ്രബോധകനായ ഈ ഒരു നല്ല കാലഘട്ടത്തിൽ നിങ്ങളെ നമ്മൾ അവഗണിക്കുകയോ? ഒരിക്കലുമില്ല. മൂസാ നബിയോട് പറയുന്നത്, മൂസ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു കാര്യങ്ങൾ വിശദീകരിച്ചത്. മൂസാ നബിയുടെ ഉമ്മക്ക് അള്ളാഹു വഹ്യ് നൽകി എന്നാ പറഞ്ഞത്. ആ വഹ്യ് നൽകിയ സന്ദർഭം ഓർത്തു നോക്കൂ എന്ന്. ആ ചരിത്രം എന്താണ്? നമുക്കറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ ഒരു കഥ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാൽ കിണറ്റിലെറിയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലെ ഒരു ഭരണകർത്താവായ ഒരാളുടെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ആ വീട്ടിലെത്തുന്ന താമസിക്കുന്നു. അവിടെ ചില പ്രയാസങ്ങൾ നേരിടുന്നു. അദ്ദേഹം ജയിലിലാകുന്നു. കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നു. എന്നിട്ട് ആ ഈജിപ്തിലെ രാജാവിന്റെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയായി, അല്ലെങ്കിൽ അവിടെ ഒരു ഭരണകർത്താവായി അദ്ദേഹം ജീവിതം തുടരുകയാണ്.
അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരന്മാരും അഥവാ യാക്കൂബ് നബിയും കുടുംബവും പിന്നീട് ഈജിപ്തിലേക്ക് വന്ന് താമസമാക്കുന്നുണ്ട്. യാക്കൂബ് നബിക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു, ആ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. യാക്കൂബ് നബിയുടെ യൂസുഫ് നബിയുടെ ഉപ്പാന്റെ യാക്കൂബ് നബിയുടെ ഒരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. ആ ഇസ്രായേൽ എന്ന പേരുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാമക്ക് 12 മക്കളുണ്ടായിരുന്നു എന്നറിയാം. ആ 12 മക്കൾ വഴിക്കുള്ള സന്താന പരമ്പരക്കാണ് യഥാർത്ഥത്തിൽ ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഇസ്രായേലിയർ ഈജിപ്തിൽ വലിയ ഒരു വലിയൊരു സമൂഹമായി മാറുകയാണ്. ഈജിപ്തിലെ ഭരണം ഈ കിബിത്തി അല്ലെങ്കിൽ കുബത്തി എന്നൊക്കെ പറയുന്ന ആളുകളുടെ കൈകളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം വന്ന് താമസിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും അങ്ങോട്ട് കൊണ്ടുവന്നു. അവരങ്ങനെ താമസം തുടങ്ങിയതോട് കൂടിയിട്ട് ആ പൂർവകാലത്തുണ്ടായിരുന്ന ബനു ഇസ്രായേലിയരുടെ ആ ഒരു പ്രശസ്തി, പ്രതാപം അതൊക്കെ ഇങ്ങനെ പിന്നെ ഉച്ചസ്ഥാനത്തെത്തി. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോ ആ ബനു ഇസ്രായേലിയരുടെ പഴയകാല പൂർവ്വ പ്രശസ്തിയും പ്രതാപവും ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. കിബത്തി വർഗക്കാരായ ഫറോവന്മാരാണ് പിന്നീട് ആ ഈജിപ്തിൽ ഭരണം നടത്തുന്നത്. അവർക്ക് കീഴിൽ ഇസ്രായേലിയർ വളരെ മോശമായ അവസ്ഥയാണ് നേരിടുന്നത്. അങ്ങേയറ്റം അടിമകളെ പോലെ അല്ല, ആടുമാടുകളെക്കാൾ താണവർഗമായിട്ടാണ് കിബത്തികൾ ബനു ഇസ്രായേലിയരെ ഗണിച്ചു പോകുന്നത്. ഇസ്രായേലിയരുടെ ഈ സംഖ്യ ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അങ്ങനെ വന്നപ്പോ അവരുടെ ശക്തി നശിപ്പിക്കാനായി അവരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയാനുള്ള തീരുമാനം ഒരു രാജാവ് നിയമം പാസ്സാക്കാണ്. നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയി. അത് എല്ലാ വർഷവും എല്ലാ കുട്ടികളെയും കൊല്ലാറുണ്ടായിരുന്നു, അല്ല ഇടക്കിടക്കാണ് കൊല്ലാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും തരത്തിലാണോ ആ വധശിക്ഷ നടപ്പാക്കിയിരുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഏതായിരുന്നാലും ആ ഒരു കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഒരു ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയാനുള്ള ഒരു നിയമം മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിയെ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു മൂസാ നബിക്ക് വഹിയ് നൽകുകയാണ്. വഹിയ് എന്ന് പറഞ്ഞാൽ ദിവ്യ സന്ദേശം ആണ് അതിന്റെ അർത്ഥം. മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജനനം മുതൽ തന്നെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സൂക്ഷ്മമായ ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡിവൈൻ പ്ലാൻ, ഒരു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രത്യേകമായ ഒരു പദ്ധതി, ഒരു പ്ലാൻ അനുസരിച്ചാണ് മൂസാ നബിയുടെ കാര്യങ്ങൾ ഓരോന്നും മുന്നോട്ട് പോയത് എന്ന്. അങ്ങനെ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉമ്മാക്ക് നൽകിയ, മൂസാ നബിയുടെ ഉമ്മക്ക് നൽകിയ ഈ ദിവ്യ ബോധനം എന്ന് പറയുന്നത്, ഇൽഹാം എന്ന് പറയാം. പക്ഷെ അതിന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വഹീ നൽകി എന്ന് തന്നെയാണ്. സാധാരണ വഹീ നൽകുന്നത്, വഹീ കൊണ്ടുവരാൻ ഒരു മലക്കുണ്ട്, ജിബ്രീൽ എന്ന മലാക്കയാണ് അതിന് ഉത്തരവാദപ്പെട്ടത്. നബിമാർക്ക് വഹീ എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ് ജിബ്രീൽ. പക്ഷെ അതല്ലാത്ത തന്നെ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില സംഗതികൾ ചില പ്രത്യേകമായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അവരെ നൽകുന്ന ആ വിഷയവും അള്ളാഹു വഹീ എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. എന്താണ് വഹീ? കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് നദിയിലൊഴിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഉമ്മക്ക് നൽകുന്നത്. ആ പെട്ടി ശത്രുവായ ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് എത്തിപ്പെടുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അതാ പറഞ്ഞത്, അങ്ങനെ ഉമ്മാക്ക് ഒരു വഹീ നൽകിയിട്ട് ആ പെട്ടി ഒഴുകി ഇസ്രായേല്യരുടെ ഏറ്റവും വലിയ ശത്രുവായ ഫറോവയുടെ കൊട്ടാരത്തിന് അടുത്ത് തന്നെ എത്തണം, അല്ലെ കൊട്ടാരത്തിൽ എത്തണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു പ്ലാൻ അനുസരിച്ചാണ്, ഒരു ആസൂത്രണം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ഓരോന്നും നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വഹീനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് സംഗതികൾ അത് സംബന്ധമായിട്ട് പറഞ്ഞു പോകാം.
ഉമ്മാക്ക് നൽകിയ, മൂസാ നബിയുടെ ഉമ്മാക്ക് നൽകിയ വഹി എന്ന് പറയുന്നത് അത് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടതാകാം, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു തോന്നിച്ചൊരു ഇൽഹാം ഉണ്ടായതാകാം. മറിയം ബീവിയുടെ അടുക്കലേക്ക് നേരിട്ട് മലക്ക് തന്നെ മനുഷ്യരൂപത്തിൽ വന്നിട്ടാണ് മറിയം ബീവിയോട് സംസാരിച്ചത്. നിങ്ങൾ നോമ്പ് എടുക്കണം, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാത്ത നോമ്പുകാരിയാണ്. ആ പല വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടെ മറിയം ബീവിയുടെ അടുക്കൽ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന കാര്യം പറയാൻ വേണ്ടി വന്ന ആ മലക്കിനെ പരിചയപ്പെടുത്തുന്നത് ബശറൻ സവിയ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകന്മാർക്ക് വഹി നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ മലാഖ വരുന്നത് പോലെ അല്ല, അങ്ങനെ ഒരു സംഗതിയല്ല ഇവിടെ നടക്കുന്നത്. സ്ത്രീകളെ ഇത് പ്രവാചകന്മാരായിട്ട് അള്ളാഹു അയച്ചിട്ടില്ല. അവരെ ഇമാമത്തിന് അങ്ങനെ ഒരു എല്ലാ പുരുഷന്മാർക്ക് ഇമാമായി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊതുവായിട്ട് ഇമാമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നൽകപ്പെട്ടിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞു, പ്രവാചകര് നിങ്ങൾക്ക് മുമ്പ് വന്ന എല്ലാ ആളുകളും പുരുഷന്മാരായിരുന്നു, അവർക്കാണ് നമ്മൾ വഹി ആ നിലക്ക് നൽകിയത് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇതേപോലെ തേനീച്ചക്ക് ഉള്ള സന്ദേശം നൽകുന്നതിനെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാകണം, എവിടെ പോകണം, എവിടൊക്കെയാണ് തേനുള്ളത് എന്നൊക്കെ കാര്യങ്ങളെ ആ തേനീച്ചയെ അറിയിക്കുന്നതിന് നഹ്ലിന് തേനീച്ചക്ക് അള്ളാഹു വഹി നൽകി എന്ന പദവും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു അങ്ങനെ ജീവികൾക്കാണെങ്കിലും പ്രവാചകന്മാരല്ലാത്ത മറ്റു പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികൾക്കാണെങ്കിലും ഒക്കെ അള്ളാഹു ഇങ്ങനെ പ്രത്യേകമായി നൽകുന്ന ഈ ഒരു ബോധനത്തിന്റെ പേരാണ് വഹി എന്നുള്ളത്. വഹി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവിടെ ഉമ്മിക്കാനാണ്, മൂസാ നബിയുടെ ഉമ്മയെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അത് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമയുടെ പേര് ഖുർആനിൽ 136 തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫറോവയെ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുവായ നാട്ടിലെ രാജാവായ ഒരാള്. ഹാറൂനെ പരിചയപ്പെടുത്തുന്നു അലൈഹിസ്സലാം. ഖിദ്ർ നബിയെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ കഹ്ഫിൽ ഓർമ്മ ഉണ്ടല്ലോ. മൂസാ നബിയുടെ ഒരു മഹത്തായ ഉപദേശകൻ ഖിദ്ർ അലൈഹിസ്സലാമെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിറഔന്റെ പത്നി ആസിയ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലക്കും മൂസാ നബി വിശ്വസിച്ച ആള് എന്നുള്ള നിലക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമ്രാത്തു ഫിറഔൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫിറഔനിന്റെ മന്ത്രിമാരല്ലെങ്കിൽ മന്ത്രവാദികൾ ആ ആളുകളെ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബനൂ ഇസ്രായേല്യരുടെ കഥകൾ, മൂസാ നബിയുടെ ആ വർഗത്തിന്റെ കഥകൾ ഒരുപാട് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മൂസാ നബിയുടെ ഉമ്മയുടെ കഥ പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ മൂസാ നബിയുടെ സഹോദരിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മൂസാ നബിയുമായി ബന്ധപ്പെട്ട കുറെ പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം, ഇത് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. സ്ത്രീകളുടെ നേതാവായി വരുന്ന, സ്വർഗത്തിൽ സ്ത്രീകളുടെ എല്ലാവരുടെയും നേതാവായി വരുന്ന 4-ൽ ഒരാളായ ആസിയ റളിയല്ലാഹു അൻഹായുടെ കഥ സൂറത്ത് തഹരീമിലെ അവസാനത്തെ ഭാഗത്ത് വിശദീകരിച്ചാണ് ആ ഫിറോവിന്റെ ഭാര്യയുടെ കഥ പറയൂ. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. അവര് പറഞ്ഞ സന്ദർഭം ഓർക്കുന്നുണ്ടോ? പടച്ചോനെ, എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു വീട് വെച്ച് തരണേ. ഫറോവയിൽ നിന്ന്, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അക്രമികളായ ആളുകളിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അവർ പ്രാർത്ഥിച്ച ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുഅ്മിനത്തായ ഒരു സ്ത്രീയെ ഒക്കെ പരിചയപ്പെടും. അങ്ങനെ കുറെ ആളുകളെ മൂസാ നബിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആളുകളെ, ഫറോവ മുതൽ മൂസാ നബിയുടെ സഹോദരി വരേക്കുമുള്ള പലതരത്തിലുള്ള ആളുകളെ
ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് ഔഹൈന ഇലാ ഉമ്മിക്ക, തങ്ങളുടെ ഉമ്മയെ പറ്റിയാണ്, ആ ഉമ്മക്ക് നൽകിയ വഹീനെ സംബന്ധിച്ചാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. എന്താണത്? മൂസാ നബിയായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ ഖുർആനിലുണ്ടല്ലോ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇനി പറയുന്നത്. കുഞ്ഞു മൂസായെ നൈൽ നദിയിലിടുക, എന്നിട്ടത് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുന്ന ആ കഥകൾ, ആ ചരിത്രം ആണ് ഇവിടെ പറയുന്നത്. ഏതുപോലെ മൂസാ നബിയുടെ പല ചരിത്രങ്ങളും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ചരിത്രം, മൂസാ നബി അലൈഹി സ്വലാം മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു പോരുന്ന, കുടുംബമായി തിരിച്ചു പോരുന്ന ഒരു സന്ദർഭം. അങ്ങനെ തൂർ പർവ്വതത്തിൽ അള്ളാഹുവിന്റെ വാക്ക് കേൾക്കുന്നു, സംസാരം കേൾക്കുന്നു, നബിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആ കഥകളാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി ഫിറോവിന്റെ അടുക്കലേക്ക് തന്നെ വീണ്ടും പോകണം. ഫറോവയെയും സൈന്യത്തെയും ഒക്കെ നേരിടേണ്ടതുണ്ട്. പിന്നെയും അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഫറോവയും അവന്റെ സൈന്യവുമൊക്കെ ചെങ്കടലിൽ മുക്കി കൊല്ലപ്പെടുന്ന കഥകൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ബനൂ ഇസ്രായേല്യരുടെ കഥകൾ ഒരുപാടുണ്ട്. അവിടെ മിസ്രിൽ താമസിക്കുന്നത്, അവിടെ നിന്ന് ഫറോവയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത്, അവിടുന്ന് പലായനം ചെയ്യുന്നത്, ബനൂ ഇസ്രായേല്യർ അവിടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അങ്ങനെ അതിനിടയിൽ ആ ബനൂ ഇസ്രായേല്യരുടെ വളരെ മോശം ചില സ്വഭാവങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് പോകാൻ പോയ സമയത്ത് കന്നുകാലികളെ പശുവിനുണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുന്ന സാമിരിയുടെ വഞ്ചനാപരമായ ചില കഥകളൊക്കെ ഖുർആൻ എടുത്തു പറഞ്ഞു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ഖുർആൻ പറയുന്നുണ്ട് എന്നാ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ കാലക്കത് ഊത്തീത സുഅലക യാ മൂസ എന്ന ഭാഗം നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ, മൂസ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒക്കെ നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വലഖദ് മനന്നാലേക്ക് മറത്തൻ ഉഖ്റ, നേരത്തെയും നിങ്ങൾക്ക് ഒരുപാട് മിന്നത്തുകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ സംരക്ഷിച്ച ഒരു അവസ്ഥ ആലോചിച്ചു നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ പല നിലക്കും കഷ്ടപ്പെടേണ്ടി വന്നേക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ തന്നെ, നിങ്ങളുടെ അസ്തിത്വം തന്നെ, നിങ്ങളുടെ സ്വത്വത്തിന് തന്നെ വെല്ലുവിളിയായി ഒരു നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തിയതാണ്. പിന്നുണ്ടോ ഇപ്പോഴത് നിങ്ങളെ തെരഞ്ഞെടുത്ത്, അള്ളാഹു പറയാ, നിങ്ങളെ തെരഞ്ഞെടുത്ത് പ്രവാചകനാക്കിയ ഈ ഒരു സമയത്ത് നിങ്ങളെ എങ്ങനെ നമ്മൾ കൈയൊഴിയാനാണ് എന്ന നിലക്കാണ് അള്ളാഹു ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ആയത്തുകളെ ഒന്നുകൂടെ നമ്മുടെ ചിന്തക്ക്, പഠനത്തിന്, തദബ്ബുറിന് വിധേയമാക്കിയാൽ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക രൂപം, ഒരു പ്രത്യേക ശൈലി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. കേവലം ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത്. കുറെ ആവശ്യങ്ങൾ മാത്രം അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു രീതിയല്ല, ഒരു ശൈലിയല്ല. അള്ളാഹുവിന്റെ മഹത്വത്തെയും അവന്റെ കഴിവിനെയും അംഗീകരിച്ചുകൊണ്ട്, അവന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാൻ ദുർബലനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, സംസാരത്തിൽ വിക്കുള്ള ആളാണ്, കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി കാര്യങ്ങൾ സമർപ്പിക്കാം. വെറുതെ കുറെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് അത് തരണേ ഇത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് സമർപ്പിക്കുന്ന രൂപം മാത്രമല്ല ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് എന്നാണ്. അതേപോലെ നമ്മൾ ചോദിക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ എന്തുമാത്രം ചോദ്യങ്ങൾ ചോദിച്ചാലും അത് ഒരുമിച്ച് നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാണ് പടച്ചറപ്പ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സുഅലക യാ മൂസ, നിങ്ങളുടെ ചോദ്യം അംഗീകരിച്ച്. കുറെ കാര്യങ്ങൾ, 8 കാര്യങ്ങൾ ചോദിച്ചു, പക്ഷേ അതൊക്കെ അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒറ്റ വാക്കിൽ അള്ളാഹു മറുപടി പറയാണ് ചെയ്തത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, പടച്ചോന്റെ കഴിവിനെ സംബന്ധിച്ച്, അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചാലും അവരുടെ ആ ചോദ്യങ്ങൾക്ക് മുഴുവനും ഒരൊറ്റ സെക്കൻഡിൽ
എല്ലാവർക്കും ഒരുമിച്ച് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനല്ലേ പടച്ചറപ്പ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോ പടച്ചോന്റെ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്ക്, നമ്മുടെ ധാരണകൾക്ക്, നമ്മുടെ വിചാരങ്ങൾക്കൊക്കെ എത്രയോ അപ്പുറത്താണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയാസവും തോന്നണ്ട പടച്ചോനോട് എന്ത് ചോദിക്കാനും. പക്ഷെ പടച്ചോൻ ചോദിക്കുമ്പോ ഈ പറഞ്ഞ മര്യാദകൾ ഉണ്ടല്ലോ, ആ മര്യാദകൾ പാലിക്കണം. പടച്ചവന്റെ മഹത്വത്തെ, അവന്റെ കഴിവിനെ, അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അതുകൊണ്ടാണ്. അതേപോലെ പടച്ചവന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് നമ്മൾ പടച്ചവനിലേക്ക് അടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട, പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പടച്ചവന്റെ മഹത്വത്തെ പുകഴ്ത്തുന്ന അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ. അതേപോലെയുള്ള പടച്ചവൻ നീ ഖദീറാണ്, നീ റഊഫാണ്, നീ റഹീമാണ്, നീ വദൂദാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ ആ ഒരു സംഗതിയെ നമ്മൾ പറയാ. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. ഇതേപോലെ നമ്മളിവിടെ കാണുന്നത് പുതിയ പ്രതിസന്ധികൾ വരുമ്പോ പുതിയ പല വിഷയങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പൊ മനസ്സ് തളരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. എന്താ അതറിയോ? അത് പഴയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. അതൊക്കെ പല സന്ദർഭങ്ങളിലായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ? ഉണ്ടാകും. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളെ കണ്ടറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര തവണയാണ് അള്ളാഹു നമ്മെ സഹായിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ പടച്ചവന്റെ അനുഗ്രഹങ്ങളുടെ നടുവിലൂടെയല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് പഴയ കാലത്തുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ, നമ്മുടെ പടച്ചവനോട് പ്രാർത്ഥിച്ചത് കൊണ്ടും അല്ലാതെയും ഒക്കെ പലരും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതുണ്ടാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്ന ആ പഴയ കാലത്തുള്ള സംഗതികളെ സംബന്ധിച്ച് ചെയ്യുമ്പോ വ്യക്തിപരവും സാമൂഹികമായിട്ടുള്ള പലതരം വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലിയിലെ പ്രശ്നങ്ങള്, സാമ്പത്തിക ഞെരുക്കം, കുടുംബ പ്രശ്നങ്ങള്, മാനസിക സമ്മർദ്ദം, അങ്ങനെ പല നിലക്കും നമുക്ക് പല ഘട്ടങ്ങളിലും തളർച്ച തോന്നാം. ആ സമയത്തൊക്കെ മൂസാ നബിയെ അള്ളാഹു ഓർമ്മിപ്പിച്ചതുപോലുള്ള നമ്മുടെ സ്വന്തം ഭൂതകാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. എത്ര അസാധ്യമെന്ന് കരുതിയ ഘട്ടങ്ങളാണ് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നത്. ആ ഓർമ്മ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള ഊർജം നമുക്ക് നൽകുന്നതാണ്. പിന്നെ ഒരു ഉമ്മ ചെയ്ത ഈ ആയത്തുകൾ നമ്മൾ കാണുന്ന മറ്റൊരു സംഗതി എന്താ അറിയോ? ഒരു കുഞ്ഞിനെ, സ്വന്തം ഒരു ചെറിയ കുഞ്ഞിനെ, താൻ പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ഒരു ഭ്രാന്തിയെ പോലെ പുഴയിൽ ഒഴുക്കുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ഒരു ഭ്രാന്തമായ പ്രവൃത്തിയല്ലേ ഈ ചെയ്തത് എന്ന് തോന്നിയേക്കാം. അതിലും നല്ലത് ഫറോവയുടെ ക്രൂരന്മാരായ ആളുകൾക്ക് കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതല്ലേ എന്നൊക്കെ ഒരു പക്ഷെ ചിന്തിച്ചു പോയേക്കാം. അവിടെയാണ് അള്ളാഹുവിനുള്ള പൂർണ്ണമായ വിശ്വാസം, ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് മൂസാ നബിയുടെ ഉമ്മ ഈ പ്രവൃത്തി ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചിലപ്പോൾ അള്ളാഹുവിന്റെ പലതരത്തിലുള്ള വിധികൾ വരുമ്പോ നമ്മുടെ യുക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങനെ പലതുമായി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ എന്താണ് അതിന്റെ യുക്തി എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ പോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ പ്ലാനും പദ്ധതിയാണ്, അവന്റെ പദ്ധതിയാണ്, അവന്റെ പ്ലാനാണ്, അവന്റെ കാര്യമാണ്, തീരുമാനമാണ് ഉത്തമമായി വരിക എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പാഠം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്ന ഒരു സംഗതി കൂടെ ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വേറൊന്ന് നോക്കൂ നിങ്ങൾ.
കാലക്കത് കുത്തി സുലക്ക യാ മൂസ എന്ന് പറഞ്ഞില്ലേ, യാ മൂസ, ഓ മൂസ എന്ന വിളി അള്ളാഹുവിന് ഓരോരുത്തരുമായിട്ടുള്ള, ഓരോ ദാസനും ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ്. നമ്മളൊക്കെ പഠിച്ചോൻ യാ അബ്ദുറഹ്മാൻ, യാ ആയിഷ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും അള്ളാഹു വിളിക്കുന്നുണ്ട്. നീ എന്റെ അടുക്കലേക്ക് വാ, നീ എന്നോട് വിളിക്കൂ, എന്നോട് ചോദിക്കൂ, എന്നോട് പറയൂ, നിങ്ങൾ ഓരോരുത്തരെയും, നമ്മൾ ഓരോരുത്തരെയും നേരിട്ട് യാ അബ്ദുറഹ്മാൻ, യാ ആയിഷ, യാ ജമീല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് എന്നാണ്. വിളിച്ചിട്ട് നമ്മളോട് അള്ളാഹു ഇതേപോലെ സംസാരിക്കുന്നുണ്ട് എന്ന, അല്ലെങ്കിൽ നമ്മളോട് അത്രയും അള്ളാഹു അടുത്ത് കിടക്കുന്നുണ്ട് എന്നുള്ള പടച്ചോനായിട്ടുള്ള നമ്മളുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ സൂചനകളാണ് ഇതിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ലോകത്ത്. പക്ഷേ എല്ലാ മനുഷ്യരെയും ഓരോരുത്തരെ വ്യക്തിപരമായി തന്നെ അവൻ പ്രാർത്ഥനകൾ, കുറെ ആൾക്കാരുണ്ടല്ലോ ഇതേ സമയത്ത് തന്നെ അള്ളാഹുവെ നിന്നോട് പ്രാർത്ഥിക്കുന്നത്, അതിനിടയിൽ നീ എന്റെ പ്രാർത്ഥന കേൾക്കാതെ പോകുവോ എന്നൊന്നും വിചാരിക്കരുത്. ആരൊക്കെ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ പടച്ചവനൊക്കെ അടുത്താലും, ആരൊക്കെ പടച്ചവനായി ബന്ധപ്പെട്ടാലും അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് ഞാനും. എന്റെ ചോദ്യവും എന്റെ പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അള്ളാഹു അത് പ്രത്യേകമായി കേൾക്കും, പ്രത്യേകമായി തന്നെ അള്ളാഹു നമ്മിൽ നിന്ന് അത് കേൾക്കുകയും നമുക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്ന ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന് കൂടെ നമ്മൾ ഓർക്കുക. നോക്കൂ നിങ്ങൾ, അടുത്ത ആയത്തിലേക്ക് ഞാൻ ഒന്ന് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. فيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. ഉമ്മാക്ക് വഹയ്യ് നൽകി എന്ന് പറഞ്ഞു. എന്താണ് വഹയ്യ് നൽകിയത് എന്ന് കൃത്യമായി ഇവിടെയുണ്ട്. എന്താ വഹയ്യ് നൽകിയത്? നീ അവനെ, മൂസ എന്ന കുഞ്ഞു മൂസയെ പെട്ടിയിലാക്കിയിട്ട് നദിയിലേക്ക് ഇട്ടേക്കുക. ഖദഫ എന്നാണ് വാക്ക്. ഇഖ്ദിഫി, നീ ഇടുക. ഹി, അവനെ. ഇഖ്ദിഫി, നീ ഇടുക. ഹി, അവനെ. ഫിത്താബൂത്തി, ഒരു പെട്ടിയിൽ ഇടുക, പെട്ടിയിലാക്കുക. വീണ്ടും നിങ്ങൾ അവനെ ഇടുക, അല്ലെങ്കിൽ ആ പെട്ടി ഇടുക. ഫിൽ യമ്മി, സമുദ്രത്തിൽ, നദിയിൽ. യമ്മുൻ സമുദ്രം അല്ലെങ്കിൽ നദി. ഫൽയുൽഖിഹിൽ യമ്മു, എന്നിട്ട് ആ യമ്മ്, ആ സമുദ്രം ഇടട്ടെ. അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു, ഖദഫ എന്ന് പറഞ്ഞാലും ഇട്ടു. ഫൽയുൽഖിഹിൽ യമ്മു, ആ യമ്മ് അവനെ, ആ പെട്ടിയെ ഇടട്ടെ, പെട്ടിയെ തള്ളി മാറ്റട്ടെ, അല്ലെങ്കിൽ കൊണ്ടിടട്ടെ. ബിസ്സാഹിലി, തീരത്തേക്ക് കൊണ്ട് ചെന്നിടട്ടെ. എനിക്കും അവനും തന്നെ മൂസാക്കും ശത്രുവായിട്ടുള്ള ഒരാൾ അവനെ എടുത്തുകൊള്ളും, പേടിക്കണ്ട. എനിന്റെയും മൂസായുടെയും ശത്രുവായ ഒരാൾ അവനെ എടുത്തുകൊള്ളും. വഅൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി, എന്നിട്ട് സംസാരം മൂസാ നബിയിലേക്ക് തിരിയുന്നു. മൂസ, നിങ്ങൾക്ക് ഞാൻ എന്റെ പ്രത്യേകമായ ഒരു മഹബത്ത് ഇട്ടു തന്നിരിക്കുന്നു. അൽഖൈതു, നേരത്തെ അൽഖ വന്നിട്ടുണ്ട്, യുൽഖിഹി വന്നിട്ടുണ്ട്. വഅൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി, എന്റെ പ്രത്യേകമായ ഒരു സ്നേഹം ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരികയും ചെയ്തിരിക്കുന്നു. വലിതുസ്ന അലാ ഐനി, നീ എന്റെ നോട്ടത്തിലായിക്കൊണ്ട് വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടിയും കൂടിയാണിത്. വലിതുസ്ന അലാ ഐനി, എന്റെ ഐനിൽ, എന്റെ കണ്ണിൽ, എന്റെ നോട്ടത്തിൽ. തുസ്ന ഉണ്ടാക്കിയെടുത്തു. മസ്നഉ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലാണ്. ലിതുസ്ന അലാ ഐനി, എന്റെ നോട്ടത്തിൽ
നിന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന്. ഖദഫ എന്നുള്ള വാക്ക് വേറെ ഭാഗത്ത് വന്ന ഒരായത്തും കൂടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഉഹു ഫൈദാ ഹുവ സാഹിഖ് വലക്കുമുൽ വൈലു മിമ്മാ തസ്ഫൂൻ. എന്നാൽ നാം സത്യത്തെ എടുത്ത് അസത്യത്തിന്റെ നേർക്ക് എറിയുന്നു. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിലി, ഖദഫ എന്ന വാക്കിന്റെ അർത്ഥം എറിയുന്നു എന്നാണ്. വൻപാപങ്ങൾ എണ്ണിയപ്പം 7 വൻപാപങ്ങൾ എണ്ണിയപ്പം അതിലൊരു പാപം ഖദ്ഫുൽ മുഹ്സനാത്ത് എന്നാണ്. സദ്വൃത്തുകളായ തെറ്റൊന്നും ചെയ്യാത്ത സ്ത്രീകളെ സംബന്ധിച്ച് പുരാതി പറയ, അവർക്കെതിരെ വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക. അത് വലിയ പാപങ്ങൾ, പൊറുക്കപ്പെടാത്ത നല്ല വലിയ പാപങ്ങൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചപ്പോ അവിടെ പരിചയപ്പെടുത്തിയ പദം എന്താണ്? ഖദ്ഫുൽ മുഹ്സനാത്ത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എറിയുക എന്നാണ്, ആരോപണം എറിയുക, ആരോപണം ഉന്നയിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ സത്യത്തെ എടുത്ത് അസത്യത്തിന്റെ നേർക്ക് എറിയുന്നു, അങ്ങനെ അസത്യത്തെ അത് തകർത്തു കളയുന്നു, അതോടെ അസത്യം നാശമടയുകയായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് ഉയർന്നു നിൽക്കും. ആ ദീനാകുന്ന സത്യമാണ് എല്ലാറ്റിനെയും തച്ചുടച്ചു കളയുക എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പോകുന്നില്ല. ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. അൻ ഇഖ്ദിഫീഹി, നീ അവനെ ഇടുക. അൻ എന്ന്, ഇഖ്ദിഫീ നീ ഇടുക, ഒരു കൽപ്പന ക്രിയ. ഈ അവനെ മൂസാ നബിയുടെ മാതാവിനോടുള്ള ആ വഹിയാണ്, ആ കൽപ്പനയാണ് ഇവിടെ കാണുന്നത്. താബൂത്തി, താബൂത്തിൻ പൊട്ടി. വേറെ അറിയാലോ, ഒരു താബൂത്തിന്റെ കഥ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. താബൂത്തിൻ പൊട്ടി, ഫിത്താബൂത്തി പെട്ടിയിൽ ഒരു പെട്ടി ഉണ്ടാക്കുക. മൂസാ നബിയുടെ ഉമ്മ ഉണ്ടാക്കിയ ആ പെട്ടിയെ സംബന്ധിച്ചൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് മനസ്സിൽ കരുതി നോക്കൂ. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കുഞ്ഞു മോനെ അതിന് കിടക്കാൻ പറ്റാവുന്ന ഒരു പെട്ടിയാണ് ഉണ്ടാക്കേണ്ടത്. ആ പെട്ടി പിന്നീട് നദിയിൽ ഒഴുക്കുകയാണ് വേണ്ടത്. നദിയിൽ എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഒഴുക്കുകൾ ഉണ്ടാകും, പല സംഗതികളും ഒഴുകി പോകുന്നുണ്ടാകും. അവിടെ ആ കുട്ടിക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുന്ന രൂപത്തിൽ, സമാധാനം കിട്ടുന്ന രൂപത്തിൽ ഒക്കെ ഉള്ള ആ ഒരു പെട്ടിയാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഏതായിരുന്നാലും അങ്ങനെ ഒരു പെട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ് കിട്ടുന്നത്. എന്നിട്ട് ആ താബൂത്ത് എവിടെ ഇടണാണ്? ഇഖ്ദിഫീഹി, എവിടെ ഇടണം? ഫിൽ യമ്മി, യമ്മൻ നദി എന്നാണ് ഇവിടെ വാക്കിന്റെ അർത്ഥം. യമ്മൻ എന്നുള്ളത് കടലിലും കടൽ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സമുദ്രം എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യമ്മുൻ എന്ന് പറയുന്നത്. കാരണം ഈ യമ്മ് വീണ്ടും കടന്നു വരുന്നുണ്ട്. എവിടെയാണ്? ഫറോവയെ മുക്കിക്കൊല്ലുന്ന ചരിത്രം പറയുന്നിടത്ത് ആ വലിയ കടലിനെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യം വരുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കൂടെ സംസാരിക്കാം. അങ്ങനെ യമ്മനും നമ്മൾ നിർദ്ദേശം കൊടുക്കും. മൂസാ നബിക്ക് ഒരു വഹി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അതെന്താ വഹി കൊടുത്തത്? ഒരു പെട്ടി ഉണ്ടാക്കണം, ആ പെട്ടിയിൽ കുഞ്ഞിനിടണം, ആ പെട്ടി നദിയിലിടണം. നദിക്ക് നമ്മളൊരു വഹി കൊടുത്തു. അതെന്താ വഹി നൽകിയത്? ഫല്യുൽഖിഹി, അവിടെ ഖദഫ അല്ല വാക്കല്ല ഉപയോഗിച്ചത്, അൽഖ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ആ നദി കൊണ്ടയിടട്ടെ, ആ പെട്ടി കൊണ്ടയിടട്ടെ. എവിടെ? ആ ഫറോവയുടെ കൊട്ടാരത്തിന്റെ അടുത്ത് ഉള്ള ആ കരയിലേക്ക് ആ ഒരു പെട്ടിയെ കൊണ്ടിടട്ടെ എന്ന കൽപ്പനയാണ് കൊടുക്കുന്നത്. ഫല്യുൽഖിൽ യമ്മു ബിസ്സാഹിൽ, സാഹിലുൻ കര, തീരം, അതാണ് അവിടെ കൊണ്ടിരട്ടെ എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. യഹുദുഹു, അവിടെ എത്തിച്ച പിന്നെ ആ കുട്ടിയെ എടുക്കുന്നു. യഹുദു എടുക്കുന്നു, അഹദ എടുത്തു, യഹുദു എടുക്കുന്നു, വർത്തമാനകാലക്രിയ. അവന് അതുവുൻ ശത്രു, ലീ എനിക്ക് ശത്രുവായിട്ടുള്ള ഒരാള്, ലഹു അവന് ശത്രുവായിട്ടുള്ള ഒരാള്. അൽഖൈതു, പിന്നെ മൂസാ നബിയോട് ഉള്ള സംസാരം. അൽഖൈതു, ഞാൻ ഇട്ടു തന്നിരിക്കുന്നു. അൽഖൈതു, ഞാൻ ചൊരിഞ്ഞു തന്നിരിക്കുന്നു. മൂസ മഹബ്ബത്തൻ മിന്നി, നിങ്ങൾക്ക് നമ്മളെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ.
അതിന്റെ പേരിലാണ് ഈ സംഗതികൾ ഓരോന്നും ചെയ്യുന്നത്. നമ്മൾ നിങ്ങളോടുള്ള ഒരു പ്രത്യേക മഹബത്തിന്റെ പേരിലാണ് മൂസ നിങ്ങളെ നന്നിരുന്നത്. മൂസ ഉമ്മായുടെ മഹബത്ത്, ഉമ്മായുടെ സ്നേഹം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. മറ്റു കുടുംബത്തിന്റെ സംരക്ഷണം, അതേപോലെ സാമീപ്യവും സ്നേഹവും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അവിടെയാണ് അള്ളാഹു ഞാൻ തന്നെ സ്വന്തമായി നിനക്ക് സ്നേഹം ഇതാ വാരിക്കോരി തരാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറയുന്നത്. വലിയ സ്നേഹ മാത്രല്ല, നിങ്ങൾ വളർത്തുന്നത്, ഒരു കുഞ്ഞ് വളരുന്നതിന് റബ്ബുൻ രക്ഷിതാവ്, റബ്ബ വളർത്തി, അങ്ങനെ വേറെ പല പദമാണ് ഉപയോഗിക്കുക. ഇവിടെ ഒരു ഫാക്ടറിയിൽ ഒരു സാധനം വളർത്തിയെടുക്കുന്നത് എത്ര ശ്രദ്ധയോടുകൂടിയാണോ, അതേപോലെ ശ്രദ്ധയോടുകൂടി വലിത്തുസ്നഹ നിങ്ങളെ വളർത്തപ്പെടുന്നതിന് വേണ്ടി ആണ് നിങ്ങളെ ഉണ്ടാക്കിയത്. അവിടെ ഒരു നിങ്ങൾക്കും എനിക്കും ശത്രുവായിട്ടുള്ള ഒരാളുടെ കീഴിലാണ് നിങ്ങൾ വളരുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്. അവിടെ എന്റെ നോട്ടത്തിൽ എന്റെ നോട്ടത്തിൽ, എന്റെ ശ്രദ്ധയിൽ, എന്റെ സംരക്ഷണത്തിൽ നിങ്ങൾ അവിടെ വളർത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള സംഗതികളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ കാലം ഉണ്ടായത് എന്നിങ്ങനെ അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിയെ, മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് പ്രവാചകത്വം കിട്ടി അദ്ദേഹം പ്രവാചകനായ ആ സന്ദർഭത്തിൽ അള്ളാഹു പഴയ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ് നമ്മൾ കാണുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പ്രവേശിക്കുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉപകാരപ്പെടുന്ന രൂപത്തിൽ മാറ്റി തീർക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.